ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന പാസ്ത റെസിപ്പിയാണ്. പാസ്ത നമ്മൾ വൈറ്റ് സോസിലാണ് തയ്യാറാക്കിയെടുത്തേക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 200 ഗ്രാം അളവിൽ പാസ്ത എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം അതൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ചധികം തന്നെ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ നമ്മുടെ പാസ്ത തമ്മിൽ ഒട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പാസ്തയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാസ്ത ഇനി ഇതിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് നന്നായിട്ട് വലുതാകും കേട്ടോ. ഇത് നല്ല സൈസിലൊക്കെ നല്ല വ്യത്യാസം വരും. ഇപ്പോൾ ഏകദേശം പകുതിയോളം വെന്തിട്ടുണ്ട്. ഇപ്പോൾ മുഴുവനായിട്ട് വെന്തിട്ട് ഇത് നമ്മൾ ഇതിലെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് നല്ല വെള്ളത്തിലൊന്ന് കഴുകി വെള്ളമൊക്കെ പോയി കഴിയുമ്പോൾ കുറച്ച് ഓയിലൊന്ന് പുരട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഒട്ടിക്കിട്ടാതെ അങ്ങനെ ഇരിക്കും. അപ്പോൾ ആ പാസ്തയ്ക്ക് ഞാൻ അതിലേക്ക് മാറ്റിയിട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടറാണ് കേട്ടോ ചൂടാക്കിയേക്കുന്നത്. അപ്പോൾ ബട്ടറിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ക്യാരറ്റ്, ക്യാപ്സിക്കം, ഒരു സവാള, പിന്നെ ഒരു 6-7 അല്ലി വെളുത്തുള്ളിയാണ് ചേർത്തേക്കുന്നത്. വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. വെളുത്തുള്ളി ഈ ബട്ടറിൽ നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു മീഡിയം സവാളയാണ് നമ്മൾ മഞ്ചൂരിയൻ റെസിപ്പിയൊക്കെ ഉണ്ടാക്കണ പോലെ തന്നെ അതിനേക്കാൾ ഒത്തിരി കൂടെ ചെറുതായിട്ടുള്ള പീസാക്കിയിട്ടാണ്. ക്യാപ്സിക്കം ഒരെണ്ണം, സവാള ഒരു വലിയ സവാള, ക്യാരറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു വലിയ ക്യാരറ്റ്, ചെറുതാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുക്കാം. എത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും വെജിറ്റബിൾസൊക്കെ ബട്ടറിൽ തന്നെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിനി ഇതൊന്ന് കവർ ചെയ്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കാരണം നമ്മുടെ പച്ചക്കറിയൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. ഒരു ഹാഫ് വേവ്, നന്നായിട്ട് വെന്തൊടിഞ്ഞു പോകാനും പാടില്ല, എന്നാൽ വേഗവും വേണം. ആ ഒരു സ്റ്റേജിലെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒറിഗാനോ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമാണ്. അത് കടകളിലൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. അതിനൊരു പ്രത്യേക ഒരു ഫ്ലേവറാണ്. അത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇട്ടില്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനത്തെ റെസിപ്പീസിനൊക്കെ അത് ഇടാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലേവറായിരിക്കും കിട്ടുക. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അതൊന്ന് സോട്ട് ചെയ്ത് പച്ചക്കറിയൊക്കെ ഒന്ന് റെഡി ആയി കഴിയുമ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ബൗളിൽ തന്നെ കുറച്ച് വൈറ്റ് സോസ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടറും അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ അളവിൽ മൈദയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ബട്ടർ ഞാനിതിലേക്ക് ഫുള്ളായിട്ട് യൂസ് ചെയ്തേക്കുന്നത് അൺസോൾട്ടഡ് ബട്ടറാണ് കേട്ടോ. അപ്പോൾ മൈദയൊക്കെ നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നപ്പോൾ അതിലേക്ക് 1 കപ്പ് അളവിൽ പാലാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പാലും കൂടെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ നന്നായിട്ട് കുറുകി വരും. ആ ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും 1 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ലൂസാക്കി എടുക്കുക. എല്ലാം കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ ചീസ് ഗ്രേറ്റ് ചെയ്തതാണ് ചേർത്ത് കൊടുത്തത്. അത് കഴിഞ്ഞ് ചീസൊക്കെ മെൽറ്റായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ വെജിറ്റബിൾസിൻ്റെ മിക്സും അതുപോലെ തന്നെ പാസ്ത വേവിച്ച് മാറ്റി വെച്ചതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ വളരെ എന്താ പറയുക, എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. കാരണം ഇതൊക്കെ ഒന്ന് എന്തൊക്കെ വരണമല്ലോ, ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അല്ലാതെ പണിയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ കുട്ടികൾക്ക് ഇഷ്ടമാവും. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ചുകൂടെ കുരുമുളക് പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ എരിവാവാം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുള്ളത്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അവർക്ക് ഇഷ്ടപ്പെടും, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ രാത്രിയൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു റെസിപ്പി ആയിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.